ഹലോ എവരിവൺ, വെൽക്കം ടു എജോക്രാക്സ്. 14-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഉയർന്നു വന്ന നിരവധി നാട്ടുരാജാക്കന്മാരിൽ പ്രമുഖരാണ് കോഴിക്കോട് ആസ്ഥാനമാക്കി ഭരിച്ചിരുന്ന സാമൂതിരിമാർ. സാമൂതിരിമാരുടെ മൂലസ്ഥാനം ഇന്നത്തെ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി താലൂക്കിലെ നെടിയിരുപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ സാമൂതിരിമാരെ നെടിയിരുപ്പ് മൂപ്പനെന്നും അവരുടെ വംശത്തെ നെടിയിരുപ്പ് സ്വരൂപമെന്നും അറിയപ്പെട്ടു. തെക്കേ ഇന്ത്യയിലെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളിലൊന്നായ കോഴിക്കോട് ആസ്ഥാനമാക്കി ഏകദേശം 6 നൂറ്റാണ്ടുകളോളം ഭരിച്ചു. AD 12-ാം നൂറ്റാണ്ടിനും 18-ാം നൂറ്റാണ്ടിനും ഇടയിൽ പോർച്ചുഗീസ് വ്യാപാരിയും നാവികനുമായ വാസ്കോ ഡ ഗാമ 1498-ൽ കോഴിക്കോട് സന്ദർശിച്ചു. യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള കപ്പൽ യാത്ര തുറന്നു. അതിനുശേഷം നടന്ന ചരിത്രപ്രധാനമായ സംഭവങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. 1498-ൽ സാമൂതിരിമാർ പൊന്നാനിയിൽ കോട്ട കെട്ടുന്നു. 1498 മെയ് 20-ൽ വാസ്കോ ഡ ഗാമ 3 കപ്പലുകളിലായി 170 ആൾക്കാരോടൊത്ത് കാപ്പാട് കടവിലിറങ്ങുന്നു. സാമൂതിരി പൊന്നാനിയിൽ നിന്നാണ് ഗാമയെ കാണാൻ എഴുന്നള്ളുന്നത്. 1500 ഡിസംബറിൽ മുസ്ലിങ്ങൾ പോർച്ചുഗീസുകാർക്കെതിരായി ലഹള തുടങ്ങുകയും സാമൂതിരി പോർച്ചുഗീസുകാരെ കോഴിക്കോട്ട് നിന്ന് പുറത്താക്കുകയും ചെയ്തു. 1500 ഡിസംബർ 24-ന് പോർച്ചുഗീസുകാർ പെഡ്രോ അൽവാറസ് കബ്രാളിൻ്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ അഭയം തേടുന്നു. 1502-ൽ വാസ്കോ ഡ ഗാമ വീണ്ടും തിരിച്ചുവന്ന് സാമൂതിരിയെ പാട്ടിലാക്കാൻ നോക്കുന്നു. എന്നാൽ വഴങ്ങില്ലെന്നു കണ്ടപ്പോൾ നഗരം തീവെക്കുകയും മക്കയിലേക്ക് തീർത്ഥാടനം പോയിരുന്ന മുസ്ലിം കപ്പൽ മുക്കിക്കളയുകയും ചെയ്യുന്നു. 1503-ൽ പോർച്ചുഗീസുകാർ കൊച്ചി രാജാവിനെ പോർച്ചുഗൽ രാജാവിൻ്റെ തോഴൻ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നു. വാസ്കോ ഡ ഗാമ തിരിച്ചുപോകുന്നു. 1503 മാർച്ചിൽ സാമൂതിരി പോർച്ചുഗീസുകാരുടെ സ്വാധീനം കുറക്കാൻ കൊച്ചി ആക്രമിക്കുന്നു. കൊച്ചി തകർച്ചയുടെ വക്കിലെത്തുന്നു. 1503-ൽ ഫ്രാൻസിസ്കോ അൽമേഡ കൊച്ചിയിൽ ആദ്യമായി ഒരു പോർച്ചുഗീസ് കോട്ട ഫോർട്ട് മാനുവൽ എന്ന പേരിൽ കെട്ടാൻ തുടങ്ങുന്നു. ഇതേ വർഷം തന്നെ സാമൂതിരി കൊടുങ്ങല്ലൂർ പിടിച്ചെടുക്കുന്നു. പോർച്ചുഗീസ് കപ്പലുകൾ നശിപ്പിക്കുന്നു. 1504 സെപ്റ്റംബർ 1-ന് പ്രതികാരമായി പോർച്ചുഗീസുകാർ കൊടുങ്ങല്ലൂർ അഗ്നിക്കിരയാക്കുന്നു. 1505 മാനുവൽ കോട്ടയുടെ പണി പൂർത്തിയാക്കുന്നു. 1505 മാർച്ചിൽ പോർച്ചുഗീസുകാർ സാമൂതിരിയുടെ നിരവധി കപ്പലുകൾ തകർക്കുന്നു. നിരവധി പേരുടെ മരണത്തിന് കാരണമാകുന്നു. 1506-ൽ സാമൂതിരി കോലത്തിരി രാജാവിനെ സമീപിച്ച് പറങ്കികളെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കണ്ണൂരിലെ പോർച്ചുഗീസ് കോട്ടയായ സെയിന്റ് ആഞ്ചലോ കോട്ട സാമൂതിരി ഉപരോധിക്കുന്നു. എന്നാൽ പോർച്ചുഗീസുകാർ വിജയിക്കുകയും കോലത്തിരി സന്ധിയിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. 1506-ൽ ഡോം ലവറൂസെ അൽമേഡയുടെ കപ്പൽ വ്യൂഹത്തിന് സാമൂതിരി പടയും തുർക്കി മുസ്ലിം സഖ്യസേനയും ചേർന്ന് ആക്രമിക്കുന്നു. 1507 നവംബർ 14-ന് അൽമേഡ പൊന്നാനി ആക്രമിക്കുന്നു. 1508 മാർച്ച് ഗുജറാത്തിലെ ചൗൾ യുദ്ധത്തിൽ കെയ്റോ സുൽത്താന്റെയും ഗുജറാത്ത് സുൽത്താന്റെയും സംയുക്ത സൈന്യം അൽമേഡയെ കൊലപ്പെടുത്തുന്നു. 1509 ഫെബ്രുവരിയിൽ പോർച്ചുഗീസുകാർ പ്രതികാരം വീട്ടാനായി സാമൂതിരിയുടെ സേനയുമായി ഗോവയിലെ യുദ്ധത്തിൽ എതിരിടുന്നു. തുടർന്ന് ഈജിപ്ഷ്യൻ തുർക്കി സൈന്യം പിൻവാങ്ങുന്നു. 1513-ൽ സാമൂതിരിയും പോർച്ചുഗീസുകാരും സന്ധിയിൽ ഏർപ്പെടുന്നു. കോഴിക്കോട് ഒരു കോട്ട കെട്ടാൻ അനുമതി നൽകുന്നു. പകരമായി കൊച്ചിയും കോലത്തുനാടും കീഴ്പ്പെടുത്താൻ സഹായം വാഗ്ദാനം ചെയ്യുന്നു. 1520-ൽ സാമൂതിരിയെ വധിക്കാൻ പോർച്ചുഗീസുകാർ ശ്രമിക്കുന്നു. സാമൂതിരി ഇടയുന്നു. 1524-ൽ അനുനയിപ്പിക്കാൻ വീണ്ടും വാസ്കോ ഡ ഗാമ എത്തുന്നു. 1525 ഫെബ്രുവരി 26-ന് മെനസിസ് എന്ന പോർച്ചുഗീസ് വൈസ്രോയി പൊന്നാനി കൊള്ളയടിച്ചു. എന്നാൽ സാമൂതിരി അവരെ തോൽപ്പിച്ചു. 1530-ൽ പോർച്ചുഗീസുകാർ ചാലിയം കോട്ട നിർമ്മിക്കുന്നു. ഇതിന് ചള്ളി എന്നും പേരുണ്ട്. ഇത് തന്ത്രപ്രധാനമായ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. 1540-ൽ പോർച്ചുഗീസുകാരുമായി വീണ്ടും സന്ധിയിൽ ഏർപ്പെടുന്നു. 1550-ൽ പോർച്ചുഗീസുകാർ പൊന്നാനി ആക്രമിച്ച് നഗരം ചുട്ടെരിക്കുന്നു. 1569-70 കാലഘട്ടത്തിൽ ചാലിയം കോട്ട ആക്രമിക്കുന്നു. 1571 സെപ്റ്റംബർ 15-ന് സാമൂതിരി കോട്ട പിടിച്ചെടുത്ത് നശിപ്പിക്കുന്നു. 1573 കുഞ്ഞാലി മരക്കാർ മൂന്നാമൻ പുതുപട്ടണത്ത് കോട്ട കെട്ടുന്നു. 1584 സാമൂതിരിക്ക് സമുദ്ര വാണിജ്യത്തിന് സൗജന്യ പാസ് കിട്ടാൻ പോർച്ചുഗീസുകാരുമായി സംഭാഷണത്തിൽ ഏർപ്പെടുന്നു. പകരം പൊന്നാനിയിൽ പാണ്ടികശാല നിർമ്മിക്കാൻ അനുവാദം കൊടുക്കുന്നു. 1591-ൽ സാമൂതിരി പോർച്ചുഗീസുകാരെ കോഴിക്കോട് പള്ളിയും കോട്ടയും നിർമ്മിക്കാൻ അനുവദിക്കുന്നു. കുപിതനായ കുഞ്ഞാലി മരക്കാർ സാമൂതിരിയിൽ നിന്ന് അകലുന്നു. 1598-ൽ കുഞ്ഞാലി മരക്കാർ മൂന്നാമൻ സാമൂതിരിക്ക് തലവേദന സൃഷ്ടിച്ചുകൊണ്ട് കപ്പലുകൾ പിടിക്കുകയും അഗ്നിക്കിരയാക്കുകയും മറ്റും ചെയ്യുന്നു. സാമൂതിരി പോർച്ചുഗീസുകാരോട് ചേർന്ന് തൻ്റെ നാവിക സൈന്യാധിപനായ കുഞ്ഞാലി മരക്കാരോട് പടവെട്ടുന്നു. 1600-ൽ ഒടുവിൽ കുഞ്ഞാലിയെ പോർച്ചുഗീസുകാർ കീഴ്പ്പെടുത്തുകയും ഗോവയിൽ വെച്ച് അതിദാരുണമായി കൊലപ്പെടുത്തുകയും ചെയ്യുന്നു. 1604-ൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സാമൂതിരിയുമായി ഉടമ്പടിയുണ്ടാക്കി കോഴിക്കോടും പൊന്നാനിയിലും നിർമ്മാണശാലകൾ നിർമ്മിക്കാൻ അനുവാദം നേടുന്നു. 1661-ൽ ഡച്ചുകാരുടെ സഹായത്തോടെ പോർച്ചുഗീസുകാരെയും കൊച്ചിയെയും കീഴ്പ്പെടുത്തുന്നു. 1743-ൽ വള്ളുവ നാടിനോട് യുദ്ധം ചെയ്യുന്നു. 1757-ൽ വള്ളുവ നാടിനെ തോൽപ്പിച്ച് സാമ്രാജ്യം വികസിപ്പിക്കുന്നു.
1760 വള്ളുവനാട് രാജാവിനെ സഹായിക്കാൻ മൈസൂർ സേനാനായകനായ നവാബ് ഹൈദർ അലി കരാറിൽ ഏർപ്പെടുന്നു. ഹൈദർ സാമൂതിരിയെ തോൽപ്പിക്കുകയും സന്ധിയിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. അതിൻ പ്രകാരം 12 ലക്ഷം പൊൻപണം യുദ്ധച്ചെലവായി ഹൈദറിന് കൊടുക്കാമെന്ന് സാമൂതിരി വാക്കുകൊടുക്കുന്നു. എന്നാൽ സാമൂതിരി ഈ വാക്ക് പാലിക്കുന്നില്ല. 1766 അന്നത്തെ സാമൂതിരി മാമാങ്കം നടത്തുന്ന വേളയിൽ ഹൈദർ അലി ചതിക്കു പകരം ചോദിക്കാൻ കോഴിക്കോട് എത്തുന്നു. സാമൂതിരി പണം നൽകാൻ ഗതിയില്ലാതെ ആത്മഹത്യ ചെയ്യുന്നു.